ഇത് പിടിച്ച്. ഫീസ് ഉണ്ടല്ലോ. ഇന്നെന്തായാലും ചുട്ടടിക്കാം. എടാ ഇതൊരു 3 കിലോ ഉണ്ടാവില്ലേ? നോക്കട സൈദേ, ആ സെമീർ വരുന്നു കണ്ടോ? ഇന്നും അവൻ ആ ഫീസം മീനിനെ പിടിച്ചു വരുന്നു. പോരാത്തിന് കുടിച്ച വെള്ളത്തിന്റെ കുപ്പി നമ്മൾ നെഞ്ഞത്തേക്ക് തന്നെ ഇട്ടിരിക്കുന്നു. സ്വന്തം വീടിന്റെ തറമാന്തി പൊളിക്കുന്ന പണിയാണ് ഇവൻ ചെയ്യുന്നത്. ഈ മീനുകളാണ് കല്ലും പവിഴും തിന്ന് ഈ വെളുത്ത മണലുണ്ടാക്കുന്നത്. അതിനെ കൊന്ന പിന്നെ ദ്വീപ് ബാക്കിയുണ്ടാവുമോ? മണ്ണുണ്ടാക്കുന്ന മീനിനെ വെടിവെച്ച് കൊല്ലുന്നു. മണ്ണ് സംരക്ഷിക്കേണ്ടവൻ അതിലേക്ക് പ്ലാസ്റ്റിക് എറിയുന്നു. കഷ്ടം. ഭാവി തലമുറയ്ക്ക് നമ്മൾ എന്താണ് ബാക്കി വെക്കുന്നത്? You are the beauty of a blooming coral flower on the grains of sand in Lakshadweep. You are the gold. നമുക്കൊരു സെൽഫി എടുക്കാം. അതിനെന്താ, എടുക്കാലോ. ഒരു മിനിറ്റ്, ഇങ്ങോട്ട് അടുത്ത് നന്നായിട്ട് എടുക്കേ. ശേ, ആ ഫ്രെയിം മുഴുവൻ പോയല്ലോ. നോക്ക് രാഹുൽ, ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക്കുകളാണ്. ശരിയാണല്ലോ. ചൂടെടുത്തിട്ട് പോയാ, നീ ഒന്ന് വേഗം നോക്ക്. നിനക്ക് ആ തൊപ്പിയിട്ടൂടെ? ഇടാം. എന്ത് മനോഹരമായ തീരം അല്ലേ? ദേ നോക്ക്, നമുക്ക് ആ വാട്ടർ സ്കൂട്ടറിൽ എന്തായാലും പോണം. കേട്ടോ രാഹുൽ? ഇപ്പൊ നല്ല വെയിലല്ലേടി, നമുക്ക് വൈകിട്ട് നോക്കാം. എന്താ പോരെ? ദേ നോക്കിയേ, കോയ, നീ അത് കണ്ടോ? വിരുന്നുകാർ വന്ന് നമ്മുടെ മുറ്റം വൃത്തിയാക്കുന്നു. കഷ്ടം. ശരിയാ, ഞാനും അതാ നോക്കിക്കൊണ്ടിരിക്കുന്നു. എടാ നീ കുടിച്ചിട്ട് കുപ്പിയല്ല അവരെടുത്തോണ്ട് പോണേ. കാണുന്നുണ്ടോ സെമീറെ? നീ കൊന്നുകൊണ്ടുവന്ന മീനുണ്ടാക്കിയ മണലാണത്. അതിലേക്ക് നീ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയാണ് അവർ പറക്കുന്നത്. ഈ ചങ്ങായിക്കൊന്ന് പതുക്കെ പറഞ്ഞൂടെ? സോറി, ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്തത്. സ്വന്തം നാടിനെ നോക്കാൻ പുറത്തുനിന്നുള്ളവർ വരേണ്ടി വന്നു എന്നത് എന്നെ നാണം കെടുത്തുന്നു. ഇതൊരു നാണക്കേടായി കരുതേണ്ട സുഹൃത്തെ. പ്രകൃതി നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷെ ഒരു കാര്യം, കരയിലെ മാലിന്യം ഞങ്ങൾ പെറുക്കാം. കടലിനടിയിലെ ഈ ജീവനെ സംരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടേ കഴിയൂ. ഈ ദ്വീപ് നിലനിൽക്കാൻ ഈ ഫീമീനുകൾ വേണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്. കരയും കടലും കാക്കാൻ ഇനി ഞങ്ങൾ തന്നെ മുന്നിലുണ്ടാവും. ഈ മണൽത്തരികൾ വെറുമൊരു മണ്ണല്ല, നമ്മുടെ പൂർവികർ നമുക്കായി കരുതി വെച്ച നിധിയാണ്. കടലിനെയും കരയെയും നമുക്ക് കാക്കാം. മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ.